ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ സെലിബ്രേഷൻ്റെ തിരക്കിലായിരിക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ്. ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നിപ്പോൾ എല്ലാവരും എന്തെങ്കിലും സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്ന ദിവസമാണല്ലോ. അപ്പം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയുമാണ്. 10 days എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികളും നന്നായി ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ എല്ലാ ലേഡീസും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിരിയാണിയാണ്. ഇത് രസ്ന സ്പെഷ്യൽ ബിരിയാണിയാണ്. എൻ്റെ ചേച്ചിയുടെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കഴുകി വെച്ച ചിക്കനാണ്. അപ്പോൾ ഇത് ചിക്കൻ കുറച്ച് അധികമുണ്ട്. ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കൻ അധികമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇനി ചിക്കനിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ള മസാല ആദ്യം നമുക്ക് റെഡിയാക്കണം. ഒരു പാത്രത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. അപ്പം ഉപ്പും ഇട്ടിട്ട് അതൊന്ന് ഉപ്പ് ഇട്ടു. ഇപ്പം അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാല മിക്സ് ചെയ്യണം. ഈ എല്ലാ പൊടികളും ഈ തൈരും പിന്നെ അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ റൈസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി പോട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിൻ്റെ അകത്ത് കറുവാമ്പട്ട ഇല ഇടുക. അതിൻ്റെ ശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചെയ്തതിൻ്റെ പേസ്റ്റ് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ. നെയ്യിൽ ഇതാകുമ്പോൾ നല്ലൊരു മണം വരും. പിന്നെ നമ്മൾ അരി നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ അരിയിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കണം. ഉപ്പ് ഇടണം കേട്ടോ അരിയിൽ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എത്ര അരി എടുത്തു അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം വറ്റുന്നവരെ അത് അടുപ്പിൽ വെക്കണം. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ചിക്കൻ പീസുകൾ. പിന്നെ ഈ പാത്രത്തിൽ ഞങ്ങൾ ഈ ഒരു പഴയ ഉരുളിയാണിത്. ഇതിൽ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, അരിഞ്ഞു വെച്ച സവാള എല്ലാം ഇട്ട് അതിൻ്റെ അകത്ത് ചിക്കനും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. അപ്പോൾ കൂടുതൽ മസാല ഇടേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ചിക്കനിൽ ആദ്യം തന്നെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചതാണല്ലോ. ആ ചിക്കനാണ് വറുത്തത്. അപ്പം കൂടുതൽ മസാലകളൊന്നും വേറെ വേണ്ട. ഈ ഉള്ളി, വെളുത്തുള്ളി, ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഇതിനിടയിൽ പുതിന, മല്ലിച്ചപ്പില അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി വഴറ്റിയതുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ബിരിയാണി മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ചിക്കൻ്റെ മസാല നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് ആക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, അരിഞ്ഞ ഇല, ഇത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞതാണ്, അത് വെതറിയിടുക. അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് നന്നായിട്ട് ഒരു ഫസ്റ്റ് ലെയർ ആക്കി വെക്കാം. അപ്പം അതിനുശേഷം ഈ റൈസിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്യണം. കുറച്ച് മതി. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഇതിലുണ്ടതുകൊണ്ട് കൂടുതൽ മസാലയുടെ ആവശ്യമില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പഴയ പോലെ തന്നെ ചിക്കൻ്റെ ആ ഒരു മസാല ഇടുക. വീണ്ടും ഇതന്നെ സെയിം പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുക്കണം. ഞങ്ങളുടെ ലാസ്റ്റ് ലെയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ബിരിയാണി ദം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു എളുപ്പ വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം ദോശക്കല്ല് ചൂടാക്കും. നല്ല ചൂടായതിനു ശേഷം അത് സിമ്മാക്കി വെക്കും. അധികം തീ വേണ്ട, കരിഞ്ഞു പോകും. എന്നിട്ട് ഈ ബിരിയാണി പോട്ട് അതിൻ്റെ മുകളിൽ വെക്കും. ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് ആവി കൊള്ളാൻ സമയം കൊടുക്കും. സാധാരണ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാൽ മൈദമാവ് കലക്കിയിട്ട് അതിങ്ങനെ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അതും ഒരു നല്ല കാര്യമാണ്. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതാണ് ഇപ്പം തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അത്രയും വായിൽ വെള്ളം വരാൻ തുടങ്ങി. അത്രയും നല്ല മണമാണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് ഇങ്ങനെ നല്ല ആവി കൊടുത്തിട്ട് പിന്നെ ബിരിയാണി തുറക്കുമ്പോൾ, ആ പാത്രം തുറക്കുമ്പോഴുള്ള ഒരു മണം, അതൊരു ഭയങ്കര നല്ലൊരു
നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ചൂടോടുകൂടി പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കാം. ബിരിയാണി വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും എല്ലാവർക്കും ബൈ.